നമ്മൾ യാത്ര തുടങ്ങിയിട്ട് ഏകദേശം 4-5 മണിക്കൂർ കഴിഞ്ഞു. ഇപ്പോഴും ആകാശം ചെറുതായിട്ട് മങ്ങി തുടങ്ങിയിരിക്കുകയാണ്. എപ്പം വേണമെങ്കിലും ഒരു മഴയ്ക്കുള്ള സാധ്യത കാണുന്നുണ്ട്. പക്ഷെ നമുക്ക് പ്രവചിക്കാൻ കഴിയില്ല. എപ്പം വേണമെങ്കിലും കാലാവസ്ഥ മാറിയേക്കാം. ഇത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ നമുക്ക് ഒരിക്കലും കാലാവസ്ഥയും ഭൂപ്രകൃതിയും തൊട്ടടുത്തുള്ളത് എന്തുവാണെന്ന് നമുക്ക് പ്രവചിക്കാൻ കഴിയില്ല. തൊട്ട് മുമ്പ് കണ്ട ആ ഒരു കാലാവസ്ഥയിൽ നിന്നും ഭൂപ്രകൃതിയിൽ നിന്നും വ്യത്യസ്തമായ ഒരു പ്രദേശമാണ് ഇപ്പോൾ നമ്മുടെ മുന്നിലുള്ളത്. ഇത് ഒരു വരണ്ട പ്രദേശമാണ്. വരണ്ട പ്രദേശം എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലെ വരണ്ട പ്രദേശം പോലെയല്ല. ഇവിടെ പോച്ചകളൊക്കെ വരുന്നു. പക്ഷേ ഇത് പെട്ടെന്ന് കരിഞ്ഞു പോകുന്ന ഇലകളുള്ള ഒരു പോച്ചകളാണെന്ന് തോന്നുന്നു. അതുകൊണ്ട് പെട്ടെന്ന് തീപിടുത്തത്തിന് സാധ്യതയുണ്ട്. അതുകൊണ്ട് പല സ്ഥലങ്ങളിൽ ഞാൻ ഈ തീ പിടിക്കാനുള്ള സാധ്യത ഉള്ള ബോർഡുകൾ കണ്ടിട്ടുണ്ട്. അത് ഞാൻ ഇനി കാണുവാണെങ്കിൽ ഞാൻ നിങ്ങളെ കാണിക്കാം. ഉടനെ കാണുന്നതായിരിക്കും നമ്മളൊരു സാധ്യത എന്തുമാത്രം ഉണ്ടെന്ന്. അതായത് മോഡറേറ്റ് ആണോ, മീഡിയം ആണോ, ഹൈ ആണോ എന്നുള്ളത് അത് ഞാൻ കാണിക്കാം. ഇനി എവിടെയെങ്കിലും സിഗ്നൽ വരികയാണെങ്കിൽ. കാലാവസ്ഥയും എല്ലാം വളരെ തെളിഞ്ഞിരിക്കുകയാണ്. അപ്പം ഈ പ്രദേശങ്ങളിൽ തെളിഞ്ഞ കാലാവസ്ഥ കാണുമ്പോൾ അത് തീ പിടിക്കാനുള്ള സാധ്യത കൂടുതലായിരിക്കും. യാത്ര തുടർന്നുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് നമ്മുടെ മുന്നിൽ ഒരു മലനിരകൾ പ്രത്യക്ഷപ്പെട്ടു. മുകൾ ഭാഗം മുഴുവൻ വെള്ള കളറുള്ള മലനിരകൾ. അതാണ് ന്യൂസിലൻഡിലെ മൗണ്ട് വക്കപ്പാപ്പ. നമുക്ക് അറിയാം, ന്യൂസിലൻഡ് ഒരു വോൾക്കാനിക് ഇറപ്ഷൻസ് ധാരാളമുള്ള ഒരു രാജ്യങ്ങളുടെ കൂട്ടത്തിൽപ്പെടുന്നതാണ് ന്യൂസിലൻഡ്. അപ്പോൾ ഈ കാണുന്ന മൗണ്ട് വക്കപ്പാപ്പ ഒരു ആക്റ്റീവ് വോൾക്കാനോ കൂടിയാണ്. നമ്മൾ ഇവിടെ വണ്ടി കുറച്ച് നേരം നിർത്തി ഇതിൻ്റെ കുറച്ച് വീഡിയോസൊക്കെ എടുക്കാമെന്ന് വെച്ചു. അങ്ങനെ വണ്ടി ഒരു സൈഡിലേക്ക് ഒതുക്കി നിർത്തിയേക്കാണ്. ഇത് കണ്ടില്ലേ, ഇത് പ്രധാനമായിട്ടും 3 മലനിരകളാണ് ഈ മൗണ്ട് വക്കപ്പാപ്പയിലുള്ളത്. 3 പീക്സ്. അതുപോലെ തന്നെ ഇതിലെ ഏറ്റവും ഉയരം കൂടിയ സ്ഥലത്തിന് 2797 മീറ്ററാണ് ഉള്ളത്. ഇത് ഫുള്ള് മേൽഭാഗം കണ്ടില്ലേ, നല്ല മഞ്ഞ് മൂടി, നമ്മുടെ സഹ്യപർവ്വതം പോലെ മഞ്ഞ് മൂടി മുകൾ ഭാഗം കാണുകയാണ്. നിങ്ങളിവിടെ നിൽക്കുമ്പോൾ തന്നെ 1-2 ചെറിയ ഇറപ്ഷൻസ് വെടിപൊട്ടുന്ന പോലെ തോന്നി. എന്തോന്ന് അറിയത്തില്ല. ഇനിയിപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ എന്ന് പറഞ്ഞാൽ പാറ പൊട്ടിക്കുന്നതാണെന്ന് പറയാറുണ്ട്. ഇത് അറിയത്തില്ല, ഞാൻ കാണിച്ചു തരാം. 1-2 കണ്ടായിരുന്നു. ഇനിയിപ്പം ഉടനെ തന്നെ കാണുന്നതാണ്. ഇനിയിപ്പോൾ ഇതിൻ്റെ വോൾക്കാനിയുടെ എന്തെങ്കിലും ചെറിയ പൊട്ടലോ ചീറ്റലോ വല്ലതും ഒക്കെ ആയിരിക്കാം. ഉടനെ കാണിക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഇത് ഇവിടെ ന്യൂസിലാൻഡിൽ 346ഓളം ആക്റ്റീവായിട്ടുള്ള വോൾക്കാനോസ് ഉണ്ട്. അതിൽ പെട്ട ഒരു വോൾക്കാനോയാണ് ഈ കാണുന്ന മൗണ്ട് വക്കപ്പാപ്പോ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ചുറ്റുമുള്ള പ്രകൃതി. ഇത് ഈ മൗണ്ട് വക്കപ്പാപ്പോയിലേക്ക് നേരിട്ട് എത്താനുള്ള വഴി ഇതല്ല. പക്ഷെ നമുക്ക് അവിടെ പോകാൻ നമ്മളിപ്പോൾ അങ്ങോട്ട് പോകുന്നതല്ലല്ലോ, നമ്മൾ വേറൊരു റൂട്ടിലേക്ക് പോകുന്നതായതുകൊണ്ട് അങ്ങോട്ട് ഡയറക്റ്റ് പോയില്ല. ഇനി പോകാനുള്ള ഏരിയ വേറെ റൂട്ട് വഴിയാണ്. അപ്പോൾ നമ്മളിവിടെ നിന്ന് ഷൂട്ട് ചെയ്ത് ഇതിൻ്റെ പോകാനുള്ള ഏരിയ വേറെയാണ്. ഇനി വേറൊരു വീഡിയോയിൽ അതുമായിട്ട് വരുന്നതായിരിക്കും. നോക്കേ, നമ്മുടെ പടങ്ങളിലൊക്കെ കണ്ടുള്ള സഹ്യപർവ്വതം പോലെ അതുകൊണ്ട് കണ്ടോ, പുകയൊക്കെ ചെയ്യുന്നുണ്ടോ, അവിടെ എന്തോ പൊട്ടിയതാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ചിലപ്പം ഈ വോൾക്കാനോടെ എന്തെങ്കിലും സംഭവം പൊട്ടിയതായിരിക്കാം. എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല. ഞാൻ എൻ്റെ പരിമിതമായ അറിവുകൊണ്ട് പറയുന്നതാണ്. ആരും ട്രോളാനൊന്നും വരണ്ട. അറിവില്ലാത്തതുകൊണ്ട് പറഞ്ഞു പോയതാണ്.
അപ്പോൾ ഇത് ഈ നോർത്ത് ഐലൻഡിലെ ഏറ്റവും ഉയരം കൂടിയ ഭാഗവും കൂടിയാണ് ഈ ഇത് കണ്ടോ, ആ പൊട്ടുന്നത് കണ്ടോ. അതാണ് എനിക്ക് തോന്നുന്നത്. ചിലപ്പം അവിടെ വല്ല ആക്റ്റീവായിട്ടുള്ള സംഭവം ആയിരിക്കാം. എന്തായാലും ലൈവായിട്ടൊരു സംഭവം കാണാൻ പറ്റി. ആദ്യമായിട്ടാണ് ഒരു വോൾക്കാനോ നേരിട്ട് കാണുന്നത്. സ്കൂളിലൊക്കെ പഠിപ്പിച്ച അഗ്നിപർവ്വതം, വോൾക്കാനോ, വോൾക്കാനിക് ഇറപ്ഷൻസ് എന്നൊക്കെ കേട്ടിട്ടുള്ളതല്ലാതെ നമുക്ക് ഇതിനെപ്പറ്റി ഈ നേരിട്ടൊരു വോൾക്കാനോ കാണുന്നത് ആദ്യമായിട്ടാണ്. അതുപോലെ നമ്മൾ ഈ പോകുന്ന റൊട്രൂവയിൽ പണ്ടെന്തോ ഒരു വോൾക്കാനിക് ഇറപ്ഷൻസ് ഉണ്ടായി, എന്തൊക്കെയോ വലിയ സംഭവങ്ങൾ, മേജർ ചേഞ്ചസ് ഒക്കെ ഉണ്ടായിട്ടുള്ള ഏരിയ ആണെന്ന് പറഞ്ഞു കേട്ടിരുന്നു. അപ്പോൾ ഇപ്പോൾ നമ്മുടെ മുന്നിൽ കാണുന്നതാണ് ഇത് നോർത്ത് ഐലൻഡിലെ ഏറ്റവും ഉയരം കൂടിയ ഭാഗമാണ്. കണ്ടല്ലോ. അപ്പോൾ നമ്മൾ കുറച്ച് നേരം കൂടെ അവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുത്ത് മൗണ്ട് വക്കപ്പയ്ക്ക് ടാറ്റയും പറഞ്ഞ് റൊട്രൂയിലേക്കുള്ള യാത്ര മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. മൗണ്ട് വക്കപ്പ പിന്നിട്ട് നമ്മൾ യാത്ര മുന്നോട്ട് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഗൂഗിൾ മാപ്പിൽ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ ഒരു വലിയൊരു ലേക്ക് കാണാൻ, മുന്നോട്ടുള്ള യാത്രകൾ കാണാൻ സാധ്യതയുണ്ട്. എൻ്റെ പേര് ലേക്ക് താപ്പോ ആണ്. അത് എത്തുമ്പോൾ അതിൻ്റെ ഒരു വീഡിയോ കാണിക്കുന്നതാണ്. നമ്മളപ്പം മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കാലാവസ്ഥ വീണ്ടും ഒരു മങ്ങി തുടങ്ങിയിരിക്കുന്നു. കാർമേഘങ്ങൾ മേളിൽ ഉരുണ്ടുകൂടിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും മുന്നോട്ട് നീങ്ങുകയാണ്. മുന്നോട്ടുള്ള കാഴ്ചകൾ കണ്ട് ഇങ്ങനെ പതിയെ നീങ്ങിയാണ്. ഇടയ്ക്ക് ചായ കുടിയൊക്കെ നടക്കുന്നുണ്ട്. ചായ കുടിയും കുറേ സ്നാക്സും ഒക്കെ നമ്മൾ കൊണ്ടുപോയിട്ടെന്ന് പറഞ്ഞായിരുന്നല്ലോ. അതൊക്കെ കഴിച്ചുകൊണ്ട് ഇങ്ങനെ നീങ്ങുകയാണ്. യാത്ര അങ്ങോട്ടും ഇങ്ങോട്ടും ഡ്രൈവിങ് മാറി തിരിഞ്ഞാണ് വണ്ടി ഓടിക്കുന്നത്. ഇപ്പോൾ നമ്മൾക്ക് ഒരു വണ്ടി പാർക്ക് ചെയ്യാൻ പറ്റിയ രീതിയിൽ ഒരു ഫാമിൻ്റെ ഫ്രണ്ടിൽ സ്ഥലം കിട്ടി. ഇത് ഒരു ഷീപ്പ് ഫാമാണ്. വളരെ റോഡിനോട് ചേർന്നുള്ള, എല്ലാ ഫാമുകളും റോഡിനോട് ചേർന്നാണെങ്കിലും ഇവിടെ നമുക്ക് പാർക്ക് ചെയ്യാൻ സ്ഥലം കിട്ടണം. ഇവിടെ പാർക്ക് ചെയ്തത് ഈ കാണുന്ന ഷീപ്പ് ഫാം കണ്ടോ. ഇതുപോലുള്ള 23,400 പരം ഷീപ്പ് ആൻഡ് ബീഫ് ഫാംസാണ് ഈ ന്യൂസിലൻഡിൽ ഉള്ളത്. ഇത് അതിലൊരു ഫാമാണ്. ഇതുമൂലം ഏകദേശം 10 ബില്യണിൽ പുറത്ത് ആണ് ന്യൂസിലൻഡിന് കിട്ടുന്ന ആനുവൽ ഇൻകം. ബീഫ് ആൻഡ് ഷീപ്പ് എക്സ്പോർട്ടിങ്ങിലൂടെ ഒരു വർഷം കിട്ടുന്ന ആനുവൽ ഇൻകം 10 ബില്യണിൽ പരമാണ്. ഈ വന്ന റോഡാണ് നമ്മൾ ട്രാവൽ ചെയ്ത് വന്ന റോഡ്. ഇതാണ്. ഇത് കണ്ടോ, ഈ മരങ്ങളുടെയൊക്കെ ഇലകളൊക്കെ കണ്ടോ, പലതരത്തിലുള്ളതാണ്. നമ്മുടെ നാട്ടിലാണെങ്കിൽ വെറും ഫുള്ള് പച്ച ഇലകൾ മാത്രമേ കാണത്തുള്ളൂ. ഇവിടെ പലതരത്തിലുള്ള ഇലകളൊക്കെ കാണാം. സൈഡിലൊരു മുട്ടക്കുന്നൊക്കെ ഉണ്ട്. അതിനങ്ങോട്ട് പോകുന്ന വഴികളൊക്കെ കണ്ടോ, വളരെ മനോഹരമാണ്.
ഫാമിൽ നിന്നുള്ള ഫോട്ടോഷൂട്ടുകളെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ പതിയെ വീണ്ടും നമ്മളുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അതേക്ക് മുന്നോട്ട് നോക്കൂ. ആഹാ, എത്ര പ്രകൃതി, എത്ര മനോഹരമായ പ്രകൃതി. നീലാകാശം, പച്ചക്കടലല്ല, പച്ചഭൂമി. സൈഡിൽ കണ്ടോ അടുത്ത ഫാം. ഇങ്ങനെ പലതരത്തിലുള്ള ഫാമുകളും ബീഫ് ഫാമും ഷീപ്പ് ഫാമുകളും നിറഞ്ഞ അതിമനോഹരമായ പ്രകൃതിയുടെ വിരിമാറിലൂടെ നമ്മൾ മുന്നോട്ട് റൊട്രോവ ലക്ഷ്യമാക്കി നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. സെക്കൻഡുകൾ മിനിറ്റുകളായും മിനിറ്റുകൾ മണിക്കൂറുകളായും ലോട്ടറിയുടെ പരസ്യത്തിൽ പറയുന്ന പോലെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ മുന്നേ സൂചിപ്പിച്ച ആ ഫയർ സിഗ്നലിൻ്റെ സിമ്പൽ ഇവിടെ ഒരെണ്ണം കണ്ടു. അതാണ്ടേ ഇതുണ്ടല്ലേ, ഈ ഗ്രീൻ, ബ്ലൂ, യെല്ലോ, ഓറഞ്ച്, റെഡ്. ഇപ്പോൾ ഇത് കാണിച്ചിരിക്കുന്നത് ബ്ലൂവിലാണ്. അതായത് ലോയും കാട്ടി ഇച്ചിരൂടെ മേളിലാണ്. അത് മറ്റേ ഇൻ്റർമീഡിയറ്റ് ഉള്ള ആ ഒരു റേഞ്ചിലാണ് ഇപ്പം നിൽക്കുന്നത്. അത് റെഡിലോട്ട് എത്തുമ്പോഴത്തേന് തീക്കുള്ള സാധ്യത കൂടുതലാണ്. ഇപ്പം വലിയ പ്രശ്നമൊന്നുമില്ല. ഇപ്പം ഞാൻ മനസ്സിലായല്ലോ ഇപ്പോൾ എങ്ങനെയാണെന്ന്. ഇവിടെ ഒരിടത്ത് മാത്രമല്ല, പലയിടത്തും ഇങ്ങനെ ഈ അപായ സൂചനകൾ, അതായത് ഈ ഫയറിൻ്റെ എന്തുമാത്രം ഫയർ ഉണ്ടാകാനുള്ള സാധ്യത കാണിക്കുന്ന ബോർഡുകൾ ഇങ്ങനെ പലയിടത്തും കണ്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഈ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടമായി കാണും എന്ന് വിശ്വസിക്കുന്നു. ഇതിൻ്റെ 3-ാം പാർട്ട് ഉടൻ തന്നെ റിലീസ് ചെയ്യുന്നതായിരിക്കും. പുതിയ പാർട്ടുമായി ഉടൻ തന്നെ എത്താമെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും നന്ദി, നമസ്കാരം.